നമസ്കാരം. ശ്രീ വയലാർ രാമവർമ്മ രചിച്ച രാവണപുത്രി എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം, രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ഭൂവിലെ സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ആയുധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ. കൃഷ്ണമണികൾ മറിൻമിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മുറ്റി പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ. അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും മൈഥിലി. പണ്ടു വനാന്തവസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസ യൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാര പുഷ്പത്തെ ഓർത്തുപോയി രാവണൻ. വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാകാത്ത തന്നഭിലാഷം മദഗജം മാതിരി. അന്നവളുഗ്രപ്രതികാരവന്യായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചടങ്ങിടവേ അഗ്നിയെ സാക്ഷി നിർത്തി മുഴങ്ങിയോര ശാപമോർത്തു നടുങ്ങി ദശാനനൻ. രക്തഭണങ്ങൾ വിതൃത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിൽ ആശുദ്ധ ശാപോക്തികൾ. എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ. അന്നേ മനസ്സിൻ ചിറകിന് കൊണ്ടതാണ് അമ്പുകൾ പോൽ ആ മുനയുള്ള വാക്കുകൾ. മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയി രാവണന്. ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി. പെറ്റു വീണപ്പഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലധിയിൽ. തൻ്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതൽ എങ്ങോ മറഞ്ഞുപോയി. പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ. എന്തൊരന്തർദാഹം, എന്താത്മവേദന, എന്തായിരുന്നു മനസ്സിലാ സംഭവം. നന്ദി.